മീങ്ങോത്ത് നാർക്കോളം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കളിയാട്ടത്തിന് ആരവമുയർന്നു. ചൊവ്വാഴ്ച രാവിലെ ഘോഷയാത്രയോടുകൂടി നടന്ന കലവറ നിറയ്ക്കൽ ചടങ്ങിൽ അനേകം ഭക്തജനങ്ങൾ സംബന്ധിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ജനുവരി 22 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിലാണ് മീങ്ങോത്ത് നാർക്കുളം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഇത്തവണ ആണ്ട് കളിയാട്ടം നടക്കുന്നത്. 3 നാളുകളിലായി പതിവ് പോലെ വിപുലമായ രീതിയിൽ കൊണ്ടാടുന്ന കളിയാട്ടത്തിലെ അന്നദാനം മുൻനിർത്തിയാണ് ചൊവ്വാഴ്ച രാവിലെ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തിയത്. ധാന്യങ്ങളും പച്ചക്കറികളും പഴങ്ങളുമെല്ലാമായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി എത്തിയ ഭക്തജനങ്ങൾ മീങ്ങോത്ത് പാലം പരിസരത്തെ ആലിങ്കാൽ വിഷ്ണുമൂർത്തി ദേവസ്ഥാന പരിസരത്ത് സംഗമിച്ചാണ് ഘോഷയാത്രയായി നാർക്കുളത്ത് ഭഗവതിയുടെ തിരുസന്നിധിയെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങിയത്. മുത്തുക്കുടകളും വാദ്യമേളങ്ങളും പുഷ്പാലങ്കൃതമായ ഓലക്കൊട്ടകളും കേരളീയ വേഷവിധാനങ്ങളുമെല്ലാം ഘോഷയാത്രയ്ക്ക് വർണ്ണപ്പൊലിമയും ഗരിമയും പകർന്നു. മഹോത്സവത്തിക്ക് വേണ്ടി ഈ സന്നിധിയുടെ സാധനങ്ങളോട് സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഭക്തജനങ്ങളോടും മഹോത്സവ കമ്മിറ്റിയുടെ സ്നേഹം അറിയിക്കുകയാണ്. ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം ദേവിയെ 3 തവണ വലം വെച്ചാണ് വിശ്വാസി സമൂഹം കലവറ വിഭവങ്ങൾ സമർപ്പിച്ചത്. കളിയാട്ടത്തിന്റെ വരവിളിയും വിളംബരവുമായി നടന്ന കലവറ നിറയ്ക്കൽ ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയവർക്കെല്ലാം വിഭവസമൃദ്ധമായ അന്നദാനവും ഉണ്ടായിരുന്നു. ജനുവരി 21 വൈകുന്നേരം 6 മണിക്ക് ഭണ്ഡാര വീട്ടിൽ നിന്നും ദീപവും തിരിയും ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നതോടെ കളിയാട്ടത്തിന് സമാരംഭമാകും. തുടർന്ന് ജനുവരി 22, 23, 24 തീയതികളിലാണ് രാവിലെ 10 മണിക്ക് വിഷ്ണുമൂർത്തിയും ഉച്ചയ്ക്ക് 1 മണിക്ക് നാർക്കുളത്ത് ചാമുണ്ടിയമ്മയും അരങ്ങിലെത്തി ഭക്തമാനസങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുക. സമാപന ദിവസമായ ജനുവരി 24 വൈകുന്നേരം 6 മണിക്ക് ഭക്തി ആവേശം കൊടുമുടിയേറ്റുന്ന തേങ്ങയേറുമുണ്ട്. ശേഷം രാത്രി വിളക്കുതിരിയോടെ ഈ വർഷത്തെ കളിയാട്ടത്തിന് സമാപനം കുറിക്കും. ന്യൂസ് ബ്യൂറോ, പെരിയ.